അലീന കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വൈജ. എന്നിട്ട് അലീനയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് രോഹി അവൻ്റെ ഫ്രണ്ടിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ വന്നിരുന്നു എന്ന് പറയണം. എന്നിട്ട് എന്താ വൈകുന്നേരം ഞാൻ വന്നപ്പോൾ അത് എന്നോട് പറയാതിരുന്നേ എന്ന് ചോദിക്കുകയാണ് വൈജ. മാഡം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയണം. എന്നിട്ട് അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി റൂമിൽ കയറ്റിയോ, റൂമിൽ കയറി ഇരിക്കുന്ന കാര്യം നീ ബാലചന്ദ്രനെ വിളിച്ചറിയിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചറിയിച്ചു എന്ന് പറയാട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അലീന അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈജയുടെ ചോദ്യങ്ങൾക്കൊന്നും വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം മുത്തശ്ശിയോടാണ് പറഞ്ഞത്, മുത്തശ്ശിയാണ് എന്നോട് സാറിനെ വിളിച്ച് പറയാൻ പറഞ്ഞത് എന്ന് പറയണം. എന്നാൽ നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് വൈജ. അതിന് മാഡത്തിൻ്റെ നമ്പർ എനിക്കറിയില്ലല്ലോ, ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ വേലക്കാരിക്ക് എന്തിനാണ് ബാങ്ക് മാനേജറുടെ നമ്പർ എന്ന് ചോദിച്ച് എന്നോട് വഴക്കിടുകയാണ് ചെയ്തത് എന്ന് അലീന പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഓ നല്ല ഓർമ്മശക്തിയാണല്ലോ, നിനക്ക് ബാലചന്ദ്രൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ ആ ജ്വല്ലറിയുടെ കലണ്ടറിൽ നോക്കിയെടുത്തതാ എന്ന് പറയാണ് അലീന. നിനക്കെന്താ രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം താല്പര്യം എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നത്, രോഹിത്തിനെ ഞാൻ എൻ്റെ അനുജനെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, നീ അങ്ങനെ സ്നേഹിക്കൊന്നും വേണ്ട, അവനെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ് വൈജ. അപ്പോൾ അലീന ഇങ്ങനെ വൈജയെ നോക്കി നിൽക്കട്ടോ. നീ എന്താടി എന്നെ കണ്ണുരുട്ടി നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതിനാണോ മാഡം എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാണ് അതിലൊക്കെ കയറി ഇടപെടുന്നത് എന്ന് ചോദിക്കുകയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ ഇവിടെ ആരെങ്കിലും വന്നാലും പോയാലൊക്കെ നിനക്കെന്താ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, മാഡവും സാറും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ്, അല്ലെങ്കിൽ മാഡം എന്നോട് പറയണം ഇവിടെ ആര് വന്ന് എന്തൊക്കെ ചെയ്താലും അതിൽ ഇടപെടുകയോ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യുകയോ വേണ്ട എന്ന് മാഡം എന്നോട് പറയണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, നീ എന്താടി എന്നോട് തർക്കുത്തരം പറഞ്ഞ് ജയിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് വൈജ. എനിക്ക് ജയിക്കേണ്ട, മാഡം തന്നെ ജയിച്ചാൽ മതി. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഈ വീട്ടിൽ നല്ലതല്ലാത്ത ചീത്തതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും സാറിനെ വിളിച്ച് പറയും, അത് ഞാൻ അനുവദിച്ച് കൊടുക്കത്തില്ല, ഞാൻ സാറിനെ നിർബന്ധമായിട്ടും വിളിച്ച് പറയും, തീർച്ചയായിട്ടും വിളിച്ച് പറയും എന്ന് പറയാണ്. മാഡത്തിൻ്റെ നമ്പർ തന്നാൽ ഞാൻ മാഡത്തിനെയും വിളിച്ചറിയിക്കാം എന്ന് അലീന പറയുമ്പോൾ വൈജയ്ക്ക് ദേഷ്യം കൂടുക കേട്ടോ. വൈജ പറയുന്നുണ്ട്, നീ എന്താടി വിചാരിച്ചേ, ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ നിന്നെ എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റും, കാണണോ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട ഇവിടെ നിന്ന് നിന്നെ പറഞ്ഞയക്കാനായിട്ട് എന്ന് പറയുമ്പോൾ, ഒരു തവണ പറഞ്ഞയക്കാൻ നോക്കിയതല്ലേ എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്ന് പറയാണ് അലീന. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അലീനയുടെ പുറകെ നടന്നുകൊണ്ട്, അലീന ഇങ്ങനെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ സംസാരിക്കുന്നത്. അലീനയുടെ പുറകെ നടന്നുകൊണ്ട്, എന്താടി നീ പറഞ്ഞത്, നടന്നില്ലെന്നോ, നാളെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് കാണണോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നത്, എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മാറിപ്പോവാട്ടോ. എന്നിട്ട് വീണ്ടും വൈജയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് കാണണ്ട, പിന്നെ ഇങ്ങനെ ഈ ജന്മത്തിൽ മാഡത്തിന് എന്നെപ്പോലെ ഒരു ജോലിക്കാരിയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീന. അത് കേട്ടപ്പോൾ വൈജ ഒന്ന് അടങ്ങുന്നുണ്ട് കേട്ടോ. വൈജ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവിടെ നിന്ന് പെട്ടെന്ന് പോവുകയാണ്. അലീനയാണെങ്കിൽ വൈജ പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിക്കുക കേട്ടോ. പിന്നീട് ബാലചന്ദ്രനും വൈജയും ബബിതയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീന വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് നാളെയും മറ്റന്നാളും ലീവ് വേണം എന്ന് ചോദിക്കുക കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ലീവ് വേണമെന്നോ, എന്താ ഇപ്പോൾ ഇത്ര അത്യാവശ്യം എന്ന് പറയുമ്പോൾ, രേവതിക്കുട്ടിയുടെ അടുത്ത് പോകണം, ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ എന്നാൽ ശരി ലീവ് എടുത്തോ എന്ന് പറയാണ് അലീനയോട്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നാളെയും മറ്റന്നാളും ലീവ് എടുക്കാനോ, എന്നാൽ ഇവള് ലീവാക്കിയാൽ എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിക്കുന്നത്, പിന്നെ എപ്പോൾ ലീവ് എടുത്താലാണ് ശരിയാവുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജ വീണ്ടും ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിനാണ് അവൾ ചോദിക്കുമ്പോഴേക്ക് ലീവ് അനുവദിച്ച് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കാണോ ലീവ് അനുവദിച്ച് തന്നത്, ഞാൻ 3-4 തവണയായിട്ട് ചോദിച്ച് പുറകെ നടക്കുകയാണ്, ഇനി എത്ര തവണ ഞാൻ ചോദിച്ച് പുറകെ നടക്കേണ്ടി വരും ഒന്ന് ലീവ് കിട്ടാനായിട്ട് എന്ന് അലീന ചോദിക്കും. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒരുമാതിരി അവകാശം ചോദിക്കുന്ന പോലെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അവകാശം തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഔദാര്യമൊന്നും തരണ്ട, ഔദാര്യം ഞാൻ അങ്ങോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അലീന പറയുമ്പോൾ, എന്താ ഔദാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് വൈജ. അപ്പോൾ അലീന പറയുന്നുണ്ട്, മാഡത്തിൻ്റെ അച്ഛൻ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മുത്തശ്ശിയെ മാത്രം നോക്കാനായിട്ടാണ്, മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, അല്ലാതെ വീട്ടിലെ ജോലികൾ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല, അത് ഞാൻ ചെയ്യുന്ന ഔദാര്യം തന്നെയാണ്, ഇവിടുത്തെ മറ്റു ജോലികളൊന്നും ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, മുത്തശ്ശിയെ മാത്രം ഞാൻ നോക്കിയാൽ മതി എന്ന് പറയണ അലീന. അത് കേട്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്.
വൈജയന്തി കേട്ടോ മിണ്ടാതിരിക്കുകയാണ്. അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, പക്ഷേ ഞാൻ അതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇവിടുത്തെ കുട്ടികൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ ഞാൻ കാണുന്നത് കൊണ്ടാണ്. സാറിനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ കാണുന്നത് കൊണ്ടാണ് എന്ന് പറയണം. അതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രന് വല്ലാതെ ആവുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വൈജയന്തി വീണ്ടും ഇങ്ങനെ ഇരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ ഇതൊക്കെ ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. പിന്നെ മാഡത്തിന് അതൊന്നും ഇഷ്ടമാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടേക്ക്. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല മാഡത്തിൻ്റെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ തന്നെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്ന് അലീന പറയുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, എനിക്കും യാതൊരു നിർബന്ധവുമില്ല നിന്നെ തന്നെ ഇവിടെ നിർത്തണമെന്നുള്ളത് എന്ന് പറയുമ്പോൾ അലീന ബാലചന്ദ്രനോട് പറയണം, അപ്പോൾ സാർ എന്നാൽ ശരി, നാളെ രാവിലെ തന്നെ എൻ്റെ കണക്കൊക്കെ തീർത്ത് എന്നെ പറഞ്ഞു വിട്ടേക്ക്, ഞാൻ പൊക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം അലീന കിച്ചണിലേക്ക് പോവുകയാണേ. അപ്പോൾ ബാലചന്ദ്രൻ ഇത് കേട്ടിട്ടൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നാളെ രാവിലെ തന്നെ അവളുടെ കണക്കുകളൊക്കെ തീർത്ത് അവളെ പറഞ്ഞു വിട്ടേക്ക്, അവൾ അങ്ങോട്ട് ചെല്ലട്ടെ ബാലചന്ദ്ര എന്ന് പറയണം കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി നാളെ അങ്ങനെ തന്നെ ചെയ്യാം, എന്തിനാ നമ്മൾ വെറുതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി ആകെ വല്ലാതാവുക കേട്ടോ. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, അവളുടെ അഹങ്കാരം കണ്ടില്ലേ ബാലേന്ദ്ര എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേ നമുക്കേ വേറൊരു പെണ്ണിനെ വെച്ചാൽ മതി, കുറച്ചും കൂടി പ്രായമുള്ളത് എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, അമ്മയുടെ ബാഗിലിരിപ്പുണ്ട്, അതിൽ നോക്കിയിട്ട് കുറച്ചുകൊണ്ട് സെലക്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എന്താ ബാലേന്ദ്ര ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് വൈജ. അല്ലെങ്കിൽ നമ്മളിവിടെ വിളിച്ചാൽ വരാനായിട്ട് 100 പെണ്ണുങ്ങൾ ഇങ്ങനെ കാത്തിരിക്കല്ലേ വിളിക്കുമ്പോഴേക്ക് വരാനായിട്ട് എന്ന് ബാലചന്ദ്രൻ പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിലെ ജോലികളെല്ലാവരും കൂടിയിട്ട് നിങ്ങൾ 3 പേരും കൂടിയാണ് ചെയ്താൽ മതി. കിച്ചണിലെ ജോലികൾ വൈജയുടെ കൂടെ കൃഷ്ണയും ബബിതയും കൂടി ചെയ്യണം. അതുപോലെ അവരവരുടെ റൂമുകളൊക്കെ അവരവർ ക്ലീൻ ചെയ്യണം, അവരവരുടെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യണം. അതുപോലെ കുക്കിങ്ങും ഡിഷ് വാഷിങ്ങും അങ്ങനെ എല്ലാ പണികളും നിങ്ങൾ 3 പേരും കൂടി ചെയ്യുക. പിന്നെ കോമൺ ഏരിയയൊക്കെ നിങ്ങൾ 3 പേരും കൂടി ബബിതയും കൃഷ്ണയും രോഹിത്തും കൂടെ ക്ലീൻ ആക്കേണ്ടി വരും. അത് രോഹിത്ത് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കും, പക്ഷേ സമ്മതിക്കരുത്, രോഹിത്തിനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണം. അതുമാത്രമല്ല മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. പിന്നെ ഹോം നേഴ്സിനെ വെക്കാം. ഹോം നേഴ്സിനെ വെക്കുമ്പോൾ മാസത്തിൽ 4 ലീവ് കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല 20,000 രൂപ ശമ്പളം, സ്വന്തമായിട്ടൊരു റൂം, TV, വായിക്കാനുള്ള സമയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ അവർ വീട്ടിലെ ജോലികളൊന്നും ചെയ്യത്തില്ല, അവർ അമ്മയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ബബിതയ്ക്ക് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോം നേഴ്സ് വീട്ടിലെ ജോലികളൊന്നും ചെയ്യത്തില്ലേ, അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴാണ് വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നമുക്കൊരു സെർവൻറ്റിനെ വെച്ചാൽ പോരെ ബാലേന്ദ്ര എന്ന് പറയുമ്പോൾ, ആ സെർവൻറ്റിനെ വെക്കാം, മതി, സെർവൻറ്റിനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അമ്മയെ നമുക്ക് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവന്നാക്കാം, എന്നിട്ട് സെർവൻറ്റിനെ വെക്കാം എന്ന് പറയുമ്പോൾ സെർവൻറ്റും ഹോം നേഴ്സും ഉണ്ടായിക്കോട്ടെ എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, 2 പേർക്കും കൂടെ 20,000 40,000 രൂപ ശമ്പളം, 2 പേർക്കും കൂടെ 8 ലീവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുഞ്ഞുമോൾക്കും കൊടുത്തതാണല്ലോ ലീവൊക്കെ എന്ന് പറയാണ്. എന്താണെങ്കിലും 2 പേരെയും കൂടെ, ഹോം നേഴ്സിനെയും അതുപോലെ സെർവൻറ്റിനെയും കൂടെ ഈ വീട്ടിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവന്നാക്കേണ്ടി വരും. ശിവേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് അമ്മയെ നോക്കുക എന്നുള്ളത് എന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇതൊക്കെ കേട്ട് ആകെ അമ്പരന്നിരിക്കുകയാണ് വൈജേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ 2 പേരുടെ ജോലി വെറും 15,000 രൂപയ്ക്ക് ചെയ്യുന്ന അലീനയ്ക്ക് 2 ദിവസത്തെ ലീവ് കൊടുക്കാൻ നിനക്ക് പറ്റത്തില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്തിൻ്റെ സൂക്കേടാ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുകിൽ ഹോം നേഴ്സിനെ വെക്കാം, അല്ലെങ്കിൽ വേലക്കാരിയെ വെക്കാം, 2 പേരെയും കൂടി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഹോം നേഴ്സിനെ വെക്കുമ്പോൾ ഈ വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. അതല്ല സെർവൻറ്റിനെയാണ് വെക്കുന്നതെങ്കിൽ അമ്മയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിക്കുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കടി എന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല ജോലി ചെയ്യാനായിട്ട്, ഞാൻ ജോലിയൊന്നും ചെയ്യത്തില്ല, വേണമെങ്കിൽ അമ്മ ചെയ്താൽ മതി, എനിക്ക് പഠിക്കാനുണ്ട്, എന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വൈജയാണെങ്കിൽ ആകെ പെട്ട ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ശർമ്മ റിങ്കുവിനെയും കൊണ്ടിട്ട് മോർണിംഗ് വാക്കിന് പോയി വരുന്ന സമയത്ത് മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന കേട്ടോ. ആ സമയത്ത് റിങ്കു ഓടി അലീനയുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടപ്പോൾ അലീന സന്തോഷത്തോട് കൂടിയിട്ട് റിങ്കുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. അലീനയുടെ കാലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം അലീന വളരെ സ്നേഹത്തോടെ ആ ഡോഗിനെ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗേറ്റിൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ഡോക്ടർ ശർമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. എടാ നീ എന്നെ ഇന്ന് തല്ല് കൊള്ളിക്കുമല്ലോ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്, വേഗം പൊക്കോ എന്ന് പറഞ്ഞിട്ടും ഡോഗ് പോണില്ല കേട്ടോ. അപ്പോൾ ശർമ്മ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. റിങ്കു എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. നീ എന്തിനാണ് ഇവനെ വിളിച്ചു വരുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിളിച്ചതല്ലല്ലോ, ഇവൻ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് പറയാണ് അലീന.
അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, "നീ എന്തോ കൊടുത്ത് മയക്കിയേക്കാണ്. നീ എന്ത് കൊടുത്താണ് ഇവനെ മയക്കിയത്?" എന്നൊക്കെ ചോദിക്കുമ്പോൾ, "ഞാൻ മുന്നേ പറഞ്ഞതല്ലേ, ഞാനൊന്നും ചെയ്തില്ല" എന്ന് പറയണ അലീന. അങ്ങനെ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രനും വൈജയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് ട്ടോ. "നീ ഇവന് ഫുഡ് കൊടുത്തില്ലേ?" എന്ന് ചോദിക്കുമ്പോൾ, "ഇല്ല ഡോക്ടറെ, ഞാൻ ആകെ ചെയ്ത ഒരു കാര്യം ഇവൻ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ കല്ലെടുത്ത് ഓടിച്ചില്ല എന്നുള്ളത് മാത്രം" എന്ന് പറയുമ്പോൾ, "ഞാനത് വിശ്വസിക്കില്ല" എന്ന് പറയാണ്. അതേസമയം ഡോക്ടർ അല്പം ടെമ്പറിലാണല്ലോ എന്ന് ബാലചന്ദ്രൻ വൈജയോട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ട്ടോ. ബാലചന്ദ്രനെ കണ്ടതും ഡോക്ടർ പറയുന്നുണ്ട്, "മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ സെർവൻറ്റിനെ നിങ്ങൾ നിലനിൽക്കി നിർത്തിക്കൊള്ളണം" എന്ന് പറയണം. "എന്തു പറ്റി ഡോക്ടർ?" എന്ന് ചോദിക്കുകയാണ്. "എൻ്റെ റിങ്കു ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. ഞാനൊന്ന് ഗേറ്റ് തുറക്കാൻ കാത്തിക്കണം, അപ്പോഴേക്ക് അവൻ ഇറങ്ങി ഓടും ഇവളുടെ അടുത്തേക്ക്" എന്ന് പറയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, "നിങ്ങളുടെ ഡോഗിന് ഈ കൂടും കൊടുക്കുകയൊന്നും ഇല്ലേ ഡോക്ടറെ?" എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, "അത് മാത്രമല്ല പ്രശ്നം, എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നവനാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വരാൻ ഭയങ്കര മടി. ഇന്ന് ഞാൻ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോവുകയാണ്. ഞാൻ ഈ കൊണ്ടുപോകുന്ന സമയത്താണ് ഇവളുടെ ഈ മുറ്റം തൂപ്പ്. അപ്പോൾ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് ഓടി വരും" എന്നൊക്കെ പറയണം. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, "അല്ല അതിനിപ്പോൾ അലീന എന്ത് പഴിച്ചു?" എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇവനെ ഭക്ഷണം കൊടുത്ത് വശത്താക്കി വെച്ചേക്കാണ്" എന്ന് പറയണം. അപ്പോൾ വൈജ അലീനയോട് ചോദിക്കുന്നുണ്ട്, "നേരാണോടി, നീ പട്ടിക്ക് ഭക്ഷണം കൊടുത്തിരുന്നോ?" എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, "ഇല്ല, ഞാൻ കൊടുത്തിട്ടില്ല" എന്ന് പറയണം. അപ്പോൾ ഡോക്ടർ പറയുന്നത്, "കള്ളമാണ് പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവൾ ഗേറ്റിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്" എന്ന് പറയുമ്പോൾ, "അത് ഞാൻ ഈ പട്ടിക്കല്ല, ഈ ഡോഗിനല്ല, റിങ്കുവിനല്ല കൊടുത്തത്. ഞാൻ മറ്റ് തെരുവിലൊക്കെ നടക്കുന്ന പട്ടികളില്ല, അവർക്കാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്" എന്ന് പറയണം. അപ്പോൾ വൈജ പറയുന്നുണ്ട്, "നിന്നോട് പറഞ്ഞിരിക്കുന്നതല്ലേ, അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞതല്ലേ" എന്ന് ചോദിക്കുമ്പോൾ, "ഞാൻ നമ്മുടെ കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന വേസ്റ്റൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കാറ്" എന്ന് പറയണം. "അല്ലാതെ ഞാൻ ഇന്ന് വരെ റിങ്കുവിന് ഭക്ഷണം കൊടുത്തിട്ടുമില്ല, ഞാൻ അങ്ങനെ എൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുമില്ല" എന്ന് അലീന പറയുകയാണ്. "റിങ്കു അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ അടുത്തേക്ക് വരാതെ പറഞ്ഞയക്കുകയാണ് ചെയ്യാറ്, പോവാൻ പറയുകയാണ് ചെയ്യാറ്. ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്, എന്നെ തല്ല് കൊളിക്കാതെ പൊക്കോ എന്നാണ് പറഞ്ഞത്" എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രനോട് ആ ഡോക്ടർ പറയുന്നത്, "ഇത് നിർത്തിക്കണം, ഇനി ഇത് ചെയ്യാൻ പാടില്ല" എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, "ഡോക്ടർക്ക് പേടിയുണ്ടോ? ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടി പോകുമെന്ന് ഡോക്ടർക്ക് പേടിയുണ്ടോ?" എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, "ഞാൻ ശരിയാക്കി തരാം, ഇങ്ങോട്ടേക്ക് വാടാ, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാം" എന്ന് പറഞ്ഞിട്ട് താനൊന്ന് പോടോ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ പട്ടിയും വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അവിടുന്ന് പോവുക കേട്ടോ. അതേപോലെ വൈജയും പോകുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ആ പട്ടിയെ ഇങ്ങനെ നോക്കുകയാണ്. പട്ടിയാണെങ്കിൽ പോകുന്ന സമയത്ത് അലീനയെ തന്നെ തിരിഞ്ഞിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ "പൊക്കോ പൊക്കോ, പിന്നെ കാണാം" എന്നുള്ള രീതിയിൽ അലീന ആ പട്ടിയോട് കൈകൊണ്ട് കാണിക്കുകയാണ്. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ അലീന. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, "എന്താ മോളെ അവിടെ പുറത്തൊരു ബഹളം?" എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, "അതില്ലേ, ആ ഡോക്ടർ ശർമ്മയുടെ പട്ടിയില്ലേ, എന്നെ കണ്ടാൽ ഓടി വരും, എന്നിട്ട് അതിന് ആ ഡോക്ടർ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയത്" എന്ന് പറയണം. "എന്നാളും ഒരു ദിവസം ഇതുപോലെ നിനക്ക് വഴക്ക് കേട്ടില്ലേ?" എന്ന് ചോദിക്കുമ്പോൾ, "ആ കേട്ടു, ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി, എന്നെ കാണുമ്പോഴേക്ക് അത് ഗേറ്റും തുറന്ന് അകത്തേക്ക് ഓടി വരും, ഞാൻ എന്ത് ചെയ്യാനാ, ഈ പട്ടികൾക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നിനക്ക് പേടിയില്ലേ?" എന്ന് ചോദിക്കുമ്പോൾ, "എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് അവരോടും ഭയങ്കര സ്നേഹമാണ്, അവർക്ക് എന്നോടും ഭയങ്കര സ്നേഹമാണ്" എന്ന് പറയാണ് അലീന. "എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ വരും. അതുപോലെയാണ് സ്നേഹനികേതനത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയത്ത് സ്നേഹനികേതം മുതൽ സ്കൂൾ വരെ എൻ്റെ പുറകെ വരും. വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിടുന്നത് സമയം നോക്കി അവിടെ കാത്തു നിൽക്കും. എന്നിട്ട് ഞാൻ സ്നേഹനികേതനത്തിൽ എത്തുന്നവരെ പുറകെ വരും" എന്ന് പറയാണ് അലീന. എന്നിട്ട് ആരോ ഏൽപ്പിച്ചതുപോലെയാണെന്ന് പറയണം. അതുപോലെ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഉടമസ്ഥൻ്റെ കൂടെ പോകുന്ന പട്ടി ഉണ്ടാവില്ലേ മുത്തശ്ശി, എന്നെ കാണുമ്പോൾ അവിടെ നിൽക്കും, എൻ്റെ കൂടെ പോകണോ ഉടമസ്ഥൻ്റെ കൂടെ പോകണോ എന്നുള്ള രീതിയിൽ. അത് അതിശയമായിരിക്കുന്നല്ലോ എന്ന് പറയണം. "പിന്നെ ഒരു കാര്യം കേൾക്കണോ, ഞാനൊരു രേവതിക്കുട്ടിയും കൂടി ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവില്ലേ, അപ്പോൾ ഒരു ലോഡ് പട്ടികൾ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ വരും, ഞങ്ങളുടെ കാവലായിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ പോകാമായിരുന്നു" എന്നൊക്കെ പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, "അത് ഒരു അതിശയം തന്നെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ആരുമില്ലാത്തവർക്ക് ഒരു കാവലായിട്ട് ദൈവം അയച്ചതാണ്" എന്നൊക്കെ പറയുന്നു. "അയ്യോ, നേരം പോയി, ഞാനൊന്ന് പോവാൻ ഒരുങ്ങട്ടെ" എന്ന് പറയണം അലീന. "നീ പോവുകയാണെന്നോ, നീ എങ്ങോട്ടേക്ക് പോവാന്ന്?" മുത്തശ്ശി ചോദിക്കുകയാണ് അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, "മുത്തശ്ശി മറന്നോ, ഇന്ന് എനിക്ക് എറണാകുളത്തിന് പോകണം" എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമാവുക കേട്ടോ. "ഞാനൊന്ന് റെഡി ആവട്ടെ" എന്ന് പറഞ്ഞിട്ട് അവൾ റെഡി ആവുകയാണ്. അതേസമയം മുത്തശ്ശി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം അലീന റെഡി ആയിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു ബാഗും കവറൊക്കെ ആയിട്ട് വരികയാണ്. എന്നിട്ട് ഈ എറണാകുളം വരെ പോകാൻ ഇതൊക്കെ ഇത്ര ഒരുങ്ങിയാൽ പോരെ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ, "നീ എങ്ങനെ ഒരുങ്ങിയാലും നീ സുന്ദരി അല്ലേടി" എന്ന് പറയണം. "നീ എപ്പോൾ എത്തും അവിടെ?" എന്ന് ചോദിക്കുമ്പോൾ, "ഉച്ചയാകും, നീ പോയി കഴിഞ്ഞാൽ എന്നെ ആരും നോക്കുമെടി" എന്ന് ചോദിക്കുകയാണ് അലീനയോട് മുത്തശ്ശി.
മാഡം ഇല്ലേ ഇവിടെ, അതുപോലെ ബബിത ഇല്ലേ, കൃഷ്ണമോളില്ലേ, അവരൊക്കെ നോക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആരൊക്കെ നോക്കിയാലും നീ നോക്കുന്ന പോലെ ആവുമോ, അവരൊക്കെ മടിച്ചാണ് നോക്കുന്നത് എന്ന് പറയുമ്പോൾ 2 ദിവസത്തേക്കല്ലേ മുത്തശ്ശി, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പോൾ നിനക്ക് ഒരു ദിവസത്തേക്ക് പോയാൽ മതിയില്ലേ കുഞ്ഞെ എന്ന് ചോദിക്കുമ്പോൾ പോരല്ലോ കുഞ്ഞെ എന്ന് പറയണം അലീന. എനിക്ക് രേവതിക്കുട്ടിയുടെ അടുത്ത് ഒരു ദിവസം നിൽക്കണം മുത്തശ്ശി, പിന്നെ അവിടുന്ന് പിന്നെ കൊല്ലത്ത് പോകണം, കിളിനല്ലൂർ, അവിടെയാണ് ചിന്നുമോളുള്ളത് ത്യാഗഭവനിൽ. അപ്പോൾ അവളെയും കണ്ടിട്ടൊന്ന് വരണം എന്നൊക്കെ പറയണം. എന്നിട്ട് പറയുന്നുണ്ട്, ആരും ഇല്ലാത്തവർക്ക് അങ്ങനെ കാണാനായിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊരു സന്തോഷമില്ലേ മുത്തശ്ശി, എനിക്ക് അവരല്ലേ ഉള്ളൂ, ചിന്നുമോളെ കണ്ടിട്ട് 3 കൊല്ലമായതുപോലെ തോന്നുക എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ വന്നിട്ട് 2 മാസം തികഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ അവരെ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവത്തില്ലേ മുത്തശ്ശി, എനിക്കാണെങ്കിൽ അവരെ പിരിഞ്ഞിരുന്നിട്ട് ഭയങ്കര വിഷമാണ് എന്നൊക്കെ പറയാണ് അലീന. അങ്ങനെയാണെങ്കിൽ പോയിട്ട് വാ, ഞാൻ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് മുത്തശ്ശി ഈ ശനിയും ഞായറും ലീവ് എടുത്തത് എന്ന് പറയണം. ആരൊക്കെ ഉണ്ടായാലും നിന്നെപ്പോലെ ആവില്ല മോളെ എന്ന് പറയണം മുത്തശ്ശി. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ മുത്തശ്ശിയും ചോദിക്കുമ്പോൾ എന്നാൽ നീ പോയിട്ട് വാ എന്ന് പറയാണ് മുത്തശ്ശി. പോയിട്ട് വരുമ്പോൾ മുത്തശ്ശിക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുക കേട്ടോ അലീന. നീ എനിക്ക് എന്ത് കൊണ്ടുവരാനാ, ഞാനേ കൈതക്കൽ കുഞ്ഞിരാമൻ മേനോൻ്റെ ഭാര്യയാണ്, ഞാൻ അങ്ങോട്ടേ കൊടുത്തിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നത് ആ ശൗര്യത്തിന് ഒരു കുറവും ഇല്ല എന്ന് പറയാണ്. പത്രാസിന് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കുക കേട്ടോ അലീന. എന്നിട്ട് മുത്തശ്ശിയുടെ നെറ്റിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് ബാഗും കവറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്നുകൂടെ പോയിട്ട് വരാവേ, മിടുക്കിയായിട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് അലീന പോവുകയാണ്. മുത്തശ്ശി ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അലീന പോയതിലുള്ള സങ്കടത്തിൽ. പിന്നെ കാണിക്കുന്നത് വൈജി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ട് ഹോളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ വരുന്നുണ്ട്. നിനക്കിന്ന് ഓഫാണല്ലോ അല്ലേ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, നമുക്കൊക്കെ എന്ത് സെക്കൻഡ് സാറ്റർഡേ, ഞാൻ കരുതി നീ എന്താ പോവാത്തേ എന്ന് കരുതി എന്ന് ബാലചന്ദ്രൻ റെഡി ആയിട്ട് വന്നേക്കാണ്. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. മാഡം എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ്. നീ ജോലിയൊക്കെ തീർത്തിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, മുറ്റൊഴിച്ചു വരി, പാത്രങ്ങളൊക്കെ കഴുകി അലക്കി ഇട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാണ്ട് പറഞ്ഞു കൊടുക്ക് വൈജയ് എന്ന് പറയണം. അപ്പോൾ വൈജയ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മരുന്ന് കൊടുത്തു അങ്ങനെ എല്ലാം ചെയ്യും, എന്നാൽ പൊക്കോ, നാളെ വൈകിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അലീന പോവുകയാണ്. അലീന പോകുന്ന സമയത്ത് എന്തോ ആലോചിച്ച പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ വൈജയ് ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മാഡം ഇന്ന് എനിക്ക് ലീവല്ലേ എന്ന് ചോദിക്കുകയാണ്. നാളെയും ഇന്നും എനിക്ക് ലീവല്ലേ, അതിന് എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്ത് മര്യാദ വെച്ചിട്ടാണ് മാഡം എന്നോട് ചോദിച്ചത്, ജോലിയെല്ലാം തീർത്തിട്ടാണോ പോകുന്നത് എന്ന് എന്നോട് ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ് അലീന. അത് കേട്ടിട്ട് വൈജയ് ആകെ അമ്പരപ്പിൽ നിൽക്കുക കേട്ടോ. ബാലചന്ദ്രനും അതുപോലെ, ഞാൻ ഇന്ന് ലീവാണ് മാഡം, ലീവ് എടുക്കുമ്പോൾ അവധി എടുക്കുമ്പോൾ ജോലി ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്, എന്നിട്ടും എന്നോട് ഇങ്ങനെ ചോദിച്ചത് എന്തിനാണ്, അത് മര്യാദകേടല്ലേ, പിന്നെ നാളെ വൈകിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് പറയുന്നതും എന്തർത്ഥത്തിലാണ്, നാളെയും എനിക്ക് ലീവാണല്ലോ എന്ന് അലീന പറയുകയാണേ. അപ്പോൾ വൈജയ് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ, അതിനിങ്ങനെ തിരിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അത് മാത്രമല്ല എന്നാലും എൻ്റെ ജോലിയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതെൻ്റെ മര്യാദയാണ്, അതിന് പകരമായിട്ട് നന്ദിയൊന്നും വേണമെന്നില്ല, പക്ഷേ നിലത്തിട്ട് ചവിട്ടരുത് എന്ന് അലീന പറയണം. അതേസമയം പോവാൻ റെഡിയായിട്ട് ബാഗ് എടുത്തുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ, സാർ എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ തലയാട്ടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അലീന അവിടെ നിന്ന് പോവാണ്. അത് കേട്ടപ്പോൾ വൈജയന്തി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ, അവൾ എന്നാ വർത്താനാണ് പറഞ്ഞത്, അവൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് മനസ്സിലായില്ലേ, ഇല്ല മനസ്സിലായില്ല, അതായത് ഇന്നും നാളെയും അവൾക്ക് ലീവാണ്, ആണല്ലോ, അവൾക്ക് ലീവ് കൊടുത്തതല്ല അവൾ എടുത്തതല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറയണം ബാലൻ. അപ്പോൾ അവളോട് ജോലി ചെയ്തിട്ട് പോകണമെന്ന് പറയണത് എന്ത് മര്യാദയാണ്, അതും എന്നിട്ടും അവൾ ഇന്നത്തെ എല്ലാ ജോലികളും ചെയ്തു വെച്ചിട്ടാണ് പോയേക്കുന്നത്, അതിനൊരു താങ്ക്സ് പറയണ്ടേ എന്ന് പറയുമ്പോൾ, താങ്ക്സ് എൻ്റെ പട്ടി പറയും എന്ന് പറയാട്ടോ, എനിക്ക് മനസ്സില്ല എന്ന് പറയുമ്പോൾ, ഈ മനസ്സില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഓക്കെ ശരി, മനസ്സില്ലെങ്കിൽ പറയണ്ട ശരി, പക്ഷേ നാളെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം എന്ന് എന്തിനാണ് പറഞ്ഞത്, നാളെയും അവൾക്ക് അവധി കൊടുത്തേക്കല്ലേ, നാളെ അവൾ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്നും നാളെയും അവൾ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വൈജയ് ചോദിക്കുന്നുണ്ട്, അതിനാണ് അവൾ എന്നോട് ഈ തട്ടിക്കയറി കൊണ്ട് പോയത് എന്ന് ചോദിച്ച് അവൾ ആരാ ഇവിടുത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാട്ടോ.
അപ്പോൾ ബാലചന്ദ്രൻ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, വൈജയ് നീ ഈ രീതിയിൽ ചിന്തിക്കരുത്. ഇന്ന് ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ നാളെ ഉയർന്ന സ്ഥാനത്തേക്ക് എത്തും. നിനക്ക് ഒരു 10,000 രൂപ വിലയുള്ള ഒരു വസ്തുവിന് നീ 10 രൂപ വില ഇട്ട് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ വില കുറയുന്നില്ല, നിൻ്റെ വിലയാണ് അവിടെ കുറയുന്നത്, നീയാണ് അവിടെ ചെറുതാകുന്നത്. അതുകൊണ്ട് ആളും തരവും നോക്കിയൊക്കെ വേണം പറയാനൊക്കെ എന്ന് പറയാണ്. നാളെ ഈ കാലമൊക്കെ മാറി വരും, അപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അലീന ബസ് കാത്തു നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.